ഒന്നാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെ ഭാഗമാണ്. വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം 12 മുതൽ 16 വരെ. കഴിഞ്ഞ ഞായറാഴ്ച നാം ചിന്തിക്കേണ്ടിയിരുന്ന വിഷയം ആരാധനയിൽ ദൈവത്തെ വെളിപ്പെടുത്തിയത് എന്നുള്ളതാണ്. ആരാധനയിൽ ദൈവത്തെ വെളിപ്പെടുത്തിയത്, അതായത് വെളിപ്പെടുത്തൽ. നമ്മൾ അതിന് പഴയ നിയമത്തിൽ നിന്ന് നാം കണ്ടു. ശലോമോൻ ആരാധന കഴിച്ചപ്പോൾ ദൈവം ശലോമോനെ പ്രത്യക്ഷനായി വെളിപ്പെടുത്തി കൊടുത്ത ഒരു വെളിപ്പാടിനെ നാം കണ്ടു. സുവിശേഷത്തിലെ ലേഖന ഭാഗത്തേക്ക് നാം വന്നപ്പോൾ യേശു ഒരു മനുഷ്യനായി ലോകത്തിൽ വന്നു, എന്നാൽ ദൈവമായി പ്രവർത്തിച്ചതിനെ നാം കണ്ടു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ മഹത്വീകരിക്കപ്പെട്ട ദൈവത്തിന്റെ ഒരു ദർശനമാണ് ഇന്ന് രാത്രി നാം നോക്കി കാണുവാനായിട്ട് വലിയ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. പഴയ നിയമത്തിൽ യഹോവയായിരിക്കുന്ന ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി. ഞാൻ ഉന്നതനായിരിക്കുന്ന ദൈവമാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒരു വലിയൊരു ദൈവത്തെ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദർശനമാണ് ഇവിടെ നാം കാണുന്നത്. 11ാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നത് എന്നോട് സംസാരിച്ച നാളെ എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. അവിടെ യേശു ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ടതായ യേശു ക്രിസ്തു 9 വിധമായ അടയാളങ്ങളോടുകൂടെ യോഹന്നാൻ പ്രത്യക്ഷമാണ്. 9 വിധമായിരിക്കുന്ന വളരെ വിശാലമായ അർത്ഥവ്യാപ്തിയുള്ളതാണ്. അതിലേക്ക് പോകട്ടെ. എന്താണ് ഈ ദർശനം എന്താണെന്ന് മാത്രം നമുക്ക് നിശ്ചയിക്കാം. നമ്മുടെ കർത്താവ് അവൻ ഏകനായിരിക്കവേ തൃത്വത്തിൽ വസിക്കണം. അത് വലിയ വിഷയമാണ്. നമുക്കറിയാം, ത്രിയേക ദൈവം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മനുഷ്യനായി ദൈവമായിരിക്കും തന്നെ പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്ന ദൈവമാണ്, മാനുഷികമല്ല. ആ ദൈവം മനുഷ്യന് വേണ്ടി, നമുക്ക് വേണ്ടി വന്ന് മരിച്ച് അടക്കപ്പെട്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി തേജസ്കരിക്കപ്പെട്ട ദൈവമാണ് യേശുവാണ്, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗം. ആ ദൈവത്തെയാണ് ഇവിടെ യോഹന്നാൻ വെളിപ്പെടുത്തിക്കൊടുത്തത്. ആ ഒറ്റ വെളിപ്പാടിൽ താൻ ആരാണെന്ന് യോഹന്നാൻ വെളിപ്പെടുത്തി. 13ാമത്തെ വാക്യം, തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും 7 പൊൻനിലവുകൾ. ആ ദർശനം ഇങ്ങനെ നമ്മുടെ ഒരു ഭാവനയിൽ കാണാനായിട്ട് 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുറയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജാലം കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയി. 9 പ്രത്യേകതകളിൽ കൂടെയാണ് യേശുവിനെ യോഹന്നാൻ കണ്ടത്. എന്താണ് ഈ 9 പ്രത്യേകത? ഒന്ന്, 7 നിലവിളക്കുകൾ കാണും. 7 നിലവിളക്കുകൾ 7 സഭയാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന ആ സഭയെന്നൊക്കെ അത് 14ാമത്തെ വാക്യത്തിൽ പറയണം. ആ 7 സഭകളുടെ നടുവിലാണ് യേശുവിനെ കാണുന്നത്.
മുഴുവൻ നടുവിലാണ്, ശിഷ്യന്മാരുടെ നടുവിൽ, ജനത്തിന്റെ നടുവിൽ, നിലവിളികളുടെ നടുവിൽ. അപ്പോ യേശു ക്രിസ്തു അവിടെ സഭകൾക്ക് മധ്യേ വെളിപ്പെടുന്നു. ആ യേശു ക്രിസ്തുവിന്റെ ദർശനം 8 പ്രത്യേകതകളിൽ കൂടെ യോഹന്നാൻ എടുത്ത് പറയും. ഒന്നാമത്തെ പ്രത്യേകത, അവൻ നിലയിൽ ധരിച്ചു. എന്താണ് നിലയിൽ ധരിച്ചതായിട്ട് കാണുന്നത്? എല്ലാത്തിനും പ്രത്യേകതകളാണ്. യേശുവിന്റെ ഓരോ പ്രത്യക്ഷതയ്ക്ക് കാണുന്നതിനെല്ലാം പ്രത്യേകതകളാണ്. നിലയെത്തി യേശുവിന്റെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. നിലയെത്തി യേശുവിന്റെ പൗരോഹിത്യം വെറുതെ ഒരു ദൈവമായി ഇങ്ങനെ പ്രത്യക്ഷമാകുകയല്ല ചെയ്യുന്നത്. താൻ ആരാണെന്ന് ആ പ്രത്യക്ഷതയിൽ കൂടെ വെളിപ്പെടുത്തുകയാണ് യോഹന്നാൻ. അവിടെ ആദ്യമായിട്ട് യോഹന്നാൻ പറയുന്നത് നിലയെത്തി ധരിച്ച ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അവൻ മഹാപുരോഹിതനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. അവനെ പോലെ പുരോഹിതനായിരിക്കാൻ ശ്രേഷ്ഠനായ ഒരുവനില്ല. യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. ദൈവത്തിന് സ്തോത്രം. 2 അവിടെ പറഞ്ഞിരിക്കുന്നു, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ. ആരാ മാറത്ത് പൊൻകച്ച കെട്ടുന്നതാണ്? രാജാവ്. യേശുവിന്റെ രാജ്യത്വത്തെയാണ് സ്വർണമായിരുന്നു. അത് രാജാവ് രാജവസ്ത്രം ധരിച്ചതിനു ശേഷം രത്നങ്ങളും സ്വർണത്തിൽ രത്നങ്ങളും മുത്തുകളും പതിപ്പിച്ചതായ ഒരു വസ്ത്രം ഓർമ്മിക്കുന്നു. അതാണ് രാജാവിന്റെ അധികാരം. ഒന്നാമതാണ് ഒരു മഹാപുരോഹിതനായി വെളിപ്പെടുന്നു. 2 ധാരാളം രാജാവെന്ന് വെളിപ്പെടുന്നു. മാറത്ത് പൊൻകച്ച കെട്ടിയവനാണ്. ദൈവത്തിന് സ്തോത്രം. 3 അവൻ മനുഷ്യനോട് സദൃശനാണ്. സ്തോത്രം. ഒന്നാം പറഞ്ഞ യേശുവിനെ കാണാൻ ഒരു മഹാപുരോഹിതനായി കാണാം. എന്തുകൊണ്ട് മഹാപുരോഹിതനായി, എന്തുകൊണ്ട് രാജാവായിട്ടൊക്കെ വിഷയങ്ങളാണ്. അവിടെ നമുക്ക് പോകേണ്ടത്. 2 അവൻ രാജാവായി വെളിപ്പെട്ടു. 3 അവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യപുത്രനോട് സദൃശൻ. ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ മാനുഷികമായ പ്രത്യക്ഷമാണ്. ലോകത്തിൽ പൂർണ്ണ ദൈവമായിരിക്കുന്നത് പൂർണ്ണ മനുഷ്യനും ആയിരിക്കും. യോഹന്നാൻ കാണിച്ചു കൊടുത്തത് ഞാൻ ഇപ്പോഴും ഒരു മനുഷ്യത്വമുള്ളവനാണ്. ഞാൻ ഒരു മഹാപുരോഹിതനാണ്, രാജാവാണ്, പക്ഷേ ഞാനൊരു മനുഷ്യത്വമുള്ളവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. 14-ാമത്തെ വാക്യത്തിൽ അടുത്ത പ്രത്യേകത പറയുന്നു, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളം. അവന്റെ തലയും തലമുടിയും, തലമുടി പഞ്ഞിയാ പോലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തലയും വെളുത്ത പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ വിശുദ്ധിയെ അവരെത്രമാത്രം വിശുദ്ധനാണ്. ദൈവത്തിന്റെ വിശുദ്ധമല്ല. നമുക്കൊന്നും നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ആ വിശുദ്ധിയെ കുറിച്ച്. അത്രമാത്രം വിശുദ്ധനായിരിക്കുന്ന ദൈവം. ആ ദൈവമാണ് നാം ആരാധിക്കുന്നത്. വീണ്ടും പറയുന്നു, ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒപ്പം. എന്താണ് അഗ്നിജ്വാലയുടെ പ്രത്യേകത? അഗ്നിക്ക് പല പ്രത്യേകതകളും. ഒന്ന്, അതിന് ചൂട് തരാൻ. 2, അതിന് ആഹാരം പാകം ചെയ്യാൻ. 3, അതിന് ശക്തി നൽകുവാനായിട്ട്. 4,
ചൂട് ചില സൗഖ്യങ്ങൾ നൽകും. 5 അതിന് ദഹിപ്പിക്കാൻ കഴിയും. ഇവിടെ യേശുവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എന്ന് പറഞ്ഞാൽ ആ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് വിടുതലും ആശ്രയിക്കുന്നവർക്ക് സൗഖ്യവും ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹവും ആശ്രയിക്കുന്നവർക്ക് നന്മയും കൊടുക്കുമെന്നാൽ അവരെ തള്ളിക്കളയുന്നവർക്ക് നിത്യമായിരുന്ന അഗ്നിയും കൊടുക്കുവാനായിട്ട് അതിന്റെ അധികാരം പിതാവായിരിക്കുന്ന ദൈവം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനിതിനുള്ള അധികാരം പുത്രന് പിതാവ് നൽകി. അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു അവനെ പ്രത്യക്ഷനാകുമ്പോൾ തന്നെ ആ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. കണ്ണ് അഗ്നിജ്വാലയൊത്തുന്നു. കാല് ഒരേ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. വെള്ളോട്ടിന്റെ പ്രത്യേകത അത് വെള്ളോട്ടായി എടുക്കണമെങ്കിൽ പല ശുദ്ധീകരണത്തിൽ കൂടെയാണ് അത് കടന്നത്. അങ്ങനെ ശുദ്ധീകരണത്തിൽ കൂടെ വന്നത് വെള്ളോടായി തീരുമ്പോൾ അതിന് വലിയ ശക്തിയാണ് സാധനം. അതിന് വലിയ പവറാണ്. അത് പെട്ടെന്ന് ഓടിക്കാതെ തകർക്കാനൊന്നും പറ്റില്ല. അതേസമയം അതിനാൽ തകർക്കപ്പെടുവാനായിട്ട് സാധ്യമാണ്. അതിനെ ഒന്നും ആർക്കും തകർക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിനാൽ തകർക്കപ്പെടുവാൻ സാധ്യമായി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്താൽ തകർക്കപ്പെടുവാൻ സാധ്യമായി. അതുകൊണ്ട് ആ ദൈവത്തെ ഭയപ്പെടണമെന്നാണ് ആ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടണം. അത് മാത്രമല്ല, ഈ വെള്ളോട്ടിന് വേറെ ചില പ്രത്യേകതകളുണ്ട്. അത് ഇംഗ്ലീഷിൽ അതിനെ പറഞ്ഞിരിക്കുന്നത് ബർണീഷ്ഡ് ബ്രോൺസ് എന്നാണ്. ബർണീഷ്ഡ് ബ്രോൺസ്. ആ ബ്രോൺസിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്നുള്ളതായിരിക്കുന്ന പീരങ്കികളുടെ കുറഞ്ഞെണ്ണ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് ബോംബ് വീണാലും ആ സാധനം വെടിവെച്ചാൽ അതിനകത്ത് തുടങ്ങി കയറും. അത്രയേറെ പ്രതിരോധ ശക്തിയുള്ളതായിരിക്കണം. എന്നാൽ അതിനാൽ തകർക്കപ്പെടുവാൻ സാധ്യമായി. വീട്ടോടെ കാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചുട്ടുവഴിപ്പിച്ച കാലം എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തുവിന്റെ അധികാരത്തെ കാണിക്കും. ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു സാധനത്തെ ഒരിക്കലും നമുക്ക് തൊടുവാനായിട്ട് സാധ്യമല്ല. ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് തൊട്ടു നോക്കുവാൻ, അടുത്തിയെന്ന് സ്പർശിച്ചു നോക്കുവാൻ സാധ്യമല്ല. ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിനകത്ത് ഞാൻ ഈ വീഡിയോയ്ക്ക് പറ്റുമ്പോൾ മെഗാ ഫാക്ടറീസ് എന്ന് പറഞ്ഞൊരു ഭാഗത്തുണ്ട്. മെഗാ ഫാക്ടറി. അവിടെയാണ് കപ്പലിന്റെയും വലിയ വലിയ വാഹനങ്ങളുടെയും അതിന്റെ പാർട്സ് അവിടെ ഉണ്ടാക്കും. അത് വലിയ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ഈ ഇരുമ്പിനെ ചൂടാക്കി എടുക്കുന്നതിന്റെ അടുത്തൊന്നും മനുഷ്യന് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് പ്രവർത്തിക്കുന്ന ആൾക്കാർ അതിന് കൂടെ മാറി നിൽക്കുന്നത് അതൊക്കെ മെഷീനാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ അകത്തൊരു വസ്ത്രം ധരിച്ച്, അതിന്റെ പുറമെ ഒരു വസ്ത്രം ധരിച്ച്, അതിന്റെ പുറമെ ഒരു വസ്ത്രം ധരിച്ച്, അതിന്റെ പുറമെ ഉരുളാത്തതായ ഒരു വസ്ത്രം ധരിച്ച് ഹെൽമെറ്റ് വെച്ചാണ് അതിനെ. കാരണം ആ ഉരുകിയെ ആ വസ്തുവിന്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ കഴിയും. ഇവിടെ യേശുവിനെ കാണുന്നത് ഒരേ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുമാണ് എന്ന് പറഞ്ഞാൽ ആ കാൽക്കീഴിൽ സകലത്തിലെയും തോൽപ്പിച്ചു കളയുവാൻ സാധ്യമായി. അവരത്രമാത്രം അധികാരമുള്ള ദൈവത്തിന് വെളിപ്പാട് പുസ്തകം 1-12 മുതൽ 16 വരെയുള്ള വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദർശനമാണ് നാം ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം
12 മുതൽ 16 വരെ. യേശു ക്രിസ്തു, തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തു യോഹന്നാന് വെളിപ്പെട്ടത്. എങ്ങനെയാണ് വെളിപ്പെട്ടത്? ആ ദൈവം യേശു ക്രിസ്തു വെളിപ്പെട്ടത് 7 സഭകളുടെ നടുവിലായിരുന്നു. 7 വിളക്കുകളിൽ സഭയിൽ 7 സഭയുടെ നടുവിൽ, നിലവിളക്കുകളുടെ നടുവിൽ 7 സഭ, 7 നിലവിളക്കുകൾ, 7 നിലവിളക്കുകളുടെ നടുവിൽ 7 പൊൻനിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെയും നടുവിൽ, അഥവാ സഭയുടെ നടുവിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുന്നു. അവിടെ കാണുന്ന യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത ഒന്ന്, ഞങ്ങൾ ചിന്തിച്ചു, നിലയിൽ ധരിച്ചതാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവൻ പുരോഹിതനാണ്, മഹാപുരോഹിതൻ. 2, നാളത്തെ പൊൻവെച്ച വ്യക്തിയവൻ എന്ന് പറഞ്ഞാൽ നാളത്തെ പൊൻവെച്ചയുള്ളത് രാജാക്കന്മാർക്കാണ്. അവൻ രാജാതിരാജാവായ ദൈവമാണ്. 3, മനുഷ്യനോട് സാദൃശ്യം. അവൻ പൂർണ്ണ ദൈവമായിരിക്കെ തന്നെ പൂർണ്ണ മനുഷ്യനാകുന്നു എന്ന് അവിടെ വെളിപ്പെടുത്തുന്നു. 4, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ദൈവത്തോളം വെള്ള എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുന്നു. മനുഷ്യന് അനുമാനിക്കാൻ പറ്റുന്നതിനേക്കാൾ 10 മടങ്ങ് അപ്പുറത്താണ് ആ വിശുദ്ധിയെ കാണിക്കുന്നത്. 5-ാമത്തെ കാര്യം, അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തത്. അഗ്നിയുടെ പ്രത്യേകത, അതിന് ചില സുഗന്ധ പകരാൻ കഴിയും, ആഹാരം പാകം ചെയ്യാൻ കഴിയും, ചിലതിനെ സൗഖ്യമാക്കുവാൻ അതിന് കഴിയും, അനുഗ്രഹം നൽകുവാൻ അതിന് കഴിയും, അതോടൊപ്പം തന്നെ ദഹിപ്പിക്കാനും കഴിയും. കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു ദഹിപ്പിക്കാനും സംരക്ഷിക്കാനും ശക്തിയുള്ളവൻ എന്നും അവർ വെളിപ്പെടുത്തുന്നു. വീണ്ടും 15-ാമത്തെ വാക്യം, അവന്റെ കാല് ഉലയിൽ ചുറ്റുമഴിപ്പിച്ച വെള്ളത്തിന് സദൃശം. അവന്റെ ശക്തിയെ, അധികാരത്തെ അവിടെ കാണിക്കുന്നു. 7, അവന്റെ ശബ്ദവും പെരുവെള്ളത്തിന്റെ തിരച്ചിൽ പോലെ. ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞാൽ ശബ്ദമുള്ള ദൈവം. അവന്റെ ശബ്ദം സങ്കീർത്തനം പറയുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, വനങ്ങളെ പോലിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം അവന്റെ മുന്നിൽ സകലത്തെയും ഉണ്ടാക്കി വരുന്നു, ഉളവാക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം, അവന്റെ ശബ്ദം കാറ്റിനെ ഉളവാക്കുന്നു, അവന്റെ ശബ്ദം കടലിനെ ഉണ്ടാക്കുന്നു, ഉണങ്ങിയ നിലത്തെ കാക്കുന്നു, ഇല്ലാത്ത ഒന്നിലുള്ള മറ്റൊന്നിനെ ഒന്നിനെ വിളിച്ചു വരുത്തുന്നത് പോലെ. അതാണ് യേശുവിന്റെ ശബ്ദം. അവന്റെ ശബ്ദം മഹിമയുള്ള ശബ്ദമാണ്. അതുകൊണ്ട് അവന്റെ ശബ്ദത്തിൽ രോഗസൗഖ്യം ഉണ്ടാകും, അവന്റെ ശബ്ദത്തിൽ വിടുതലുണ്ടാകും, അവന്റെ ശബ്ദത്തിൽ വിഷാദിക്കും ഭയപ്പെട്ട് നിലവിളിച്ചു കൂടുന്നു, അവന്റെ ശബ്ദത്തിൽ ജീവനുണ്ടാകും. സ്തോത്രം. അവൻ യേശു നമ്മൾ ആരാധിക്കുന്ന ദൈവം. ആ ദൈവം എങ്ങനെയുള്ളവനെന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യം. ആ ദൈവം വെറുമൊരു ദൈവമല്ല. ലോകത്തിൽ വന്ന് ഈ ഹൈന്ദവ വിശ്വാസപ്രകാരം ധാരാളം ദൈവങ്ങൾ ലോകത്തിലുണ്ട്, ധാരാളം ദൈവങ്ങൾ. ഇത്രമാത്രം ദൈവം, ഇതിനെ മാത്രം ദൈവം എന്തിനാണ്? അവർ വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിന് കഴിയാത്തത് മറ്റു ദൈവത്തിന് കഴിയും, ഒരു ദൈവത്തിന് സാധിക്കാത്തത് വേറൊരു ദൈവത്തെ കൂടെ കൂട്ടുപിടിച്ച് മറ്റു ദൈവം ചെയ്യും. ദൈവങ്ങൾ തമ്മിലും പ്രശ്നമാണ്. അപ്പോൾ ഒന്ന് സാധിക്കാത്തത് കൊണ്ട് മറ്റൊരു ദൈവം അതിനെ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് ലോകത്തിലേക്ക് അവതരിച്ചു വന്നത്. ഒരു ദൈവം, ആ ദൈവത്തിൽ നിന്ന് അവതാരങ്ങളിൽ നിന്ന് വീണ്ടും അവതാരം. അങ്ങനെയാണ് ഈ 33 കോടി ദൈവങ്ങൾ വരാനായിട്ടുള്ള സാധ്യത. കാരണം അങ്ങനെയാണ്. അപ്പൊ ഒരു പൂർണ്ണ ശക്തനായ പൂർണ്ണ ദൈവമായ ഒരു ദൈവം അവിടെ വേറെ ചില ദൈവങ്ങൾ കൂടെ കൂട്ടുപിടിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. എന്നാൽ നാം ആരാധിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു, അവൻ സകലത്തിനും മതിയായിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒരു ശ്രേഷ്ഠതായെന്ന് പറയുന്നത് ആ ഒരു വലിയ ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചു. നമ്മളൊന്നും ചിത്രക്കാരല്ല, നമ്മളൊന്നും സാധാരണക്കാരല്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവം സകലത്തിനും മതിയായിരിക്കുന്ന ദൈവം. ഈ ദർശനത്തിനകത്ത് ഒരിക്കൽ കൂടെ യേശു ക്രിസ്തു എടുത്തു പറയുന്നു, എന്നെപ്പോലൊരു ദൈവമില്ല, എന്നെപ്പോലൊരു ദൈവം. ഈ ദർശനം അല്ലെങ്കിൽ പ്രാപിക്കാത്തത് കൊണ്ടാണ് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യകാലങ്ങളിൽ മറ്റ് ദൈവത്തെ തപ്പിക്കൊള്ളുന്നത്. ജീവനുള്ള ദൈവത്തെ അന്യമായ ജീവനില്ലാത്ത വസ്തുക്കളോട് ഉപമിച്ചു. അവിടെ പോയി നേരത്തെ ഇരിക്കുക, അവിടെ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി ആരാധന കഴിക്കുക, അവിടെ പോയി അതാണ് ദൈവം എന്ന് വിചാരിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? വേദപുസ്തകത്തിൽ നിങ്ങൾ തിരുവെഴുത്തുകളെയും ആ തിരുവെഴുത്തിലെ ദൈവത്തെയും അനുയായികളെ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവം, സർവജ്ഞാനിയായ സർവജ്ഞാനിയായിരിക്കുന്ന അങ്ങനെയൊക്കെ പറയുന്നത്. ആ ദൈവത്തെയാണ് നമുക്ക് ആരാധിക്കാൻ ഭാഗ്യം. നമ്മുടെ ദൈവം എന്ന് വിശ്വസിക്കുവാൻ, ആ ദൈവത്തെ ആരാധിക്കുവാൻ, ആ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ആ ദൈവത്താൽ നടത്തപ്പെടുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം ഏതിനേക്കാളും മഹാഭാഗ്യമാണ്. നമ്മൾ പലപ്പോഴും പാട്ട് പാടിയ ദൈവത്തെ കണ്ടെത്തി നമുക്ക് ഭാഗ്യവാന്മാരാണ് പാട്ട് പാടും. പക്ഷേ നമ്മുടെ ഭാഗ്യം എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് നമ്മുടെ ആത്മീയമായിരിക്കുന്ന അനുഗ്രഹം, അതോടൊപ്പം തന്നെ നമ്മുടെ ഭൗതികമായിരിക്കുന്ന കരുതലും കാവലും എത്ര ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കി ഈ കർത്താവിനെ നാം നോക്കിക്കാണ്ടേ മതിയാകും. ഈ കർത്താവിനെ മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ദൈവം നമ്മെ വഴി തെറ്റിച്ചു പോകുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങളെ നടത്തി തരുവാൻ കഴിയാത്ത ഒരു ദൈവമാണ്. നമ്മെ നിത്യതയോളം കൊണ്ടുചെന്നെത്തിക്കാൻ പറ്റാത്ത ഒരു ദൈവമാണ്. നമ്മുടെ നിത്യതയോളം അനുഗ്രഹിച്ച് വഴി നടത്തുവാൻ പ്രാപ്തമുള്ള ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെ മുഴുവൻ ആശ്രയമായി ക്രിസ്തുവിൽ സമർപ്പിക്കും. നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളുമായി ക്രിസ്തുവിൽ സമർപ്പിക്കും. കഴിയുന്ന ദൈവമാണ് നമ്മെ പരിപാലിച്ച് നടത്തുവാൻ, അനുഗ്രഹിച്ച് നടത്തുവാൻ, കൂട്ടുകാരൻ പരമായി നമ്മെ നടത്തുവാൻ മതിയായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവം മുമ്പാകെ ഇന്ന് രാത്രി നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായ സമർപ്പിക്കാം. നിലയിച്ച പുരോഹിതനായിരിക്കുന്ന ദൈവം ആത്മീയ നന്മകളെ നൽകുന്നത്, മാർഗം ഉൾക്കച്ച് കിട്ടിയത്, രാജാതി രാജാവിനെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും ശക്തൻ, തലയും തലമുടിയും യുഗത്തേക്കാൾ വെള്ളയായി വിശുദ്ധനായിരിക്കുന്ന ദൈവം, കണ്ണ് തീജ്വാലയുള്ള കണ്ണുകൾ, ദൈവത്തിന് സ്തോത്രം, നന്മ നൽകി, അതോടൊപ്പം തന്നെ അതിൽ വിശ്വസിക്കാത്ത ആശ്രയിക്കാത്ത ഒരു നിത്യമായ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ സാധനങ്ങൾ അവന്റെ കാൽക്കീഴിൽ സകലവും അമർന്നിരിക്കുന്നു. സകല അധികാരവും സകലത്തിന്റെ മേലുള്ള അധികാരത്തിൽ പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെ മഹാ
നമുക്ക് ഒരിക്കൽ കൂടി ആ കർത്താവിനെ ഒന്ന് ഇത്ര ശ്രേഷ്ഠമേറിയ ശ്രേഷ്ഠനായ ശ്രേഷ്ഠതയുള്ള ഈ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം ഇത്ര ശ്രേഷ്ഠമാണ്. നമ്മെ നടത്തുവാൻ മതിയായിട്ടുള്ള ദൈവമാണ്. നമ്മുടെ ഏത് പ്രശ്നത്തിന്റെ മേൽ പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവം. നമ്മുടെ ഏത് വിഷയത്തെയും നമുക്ക് അനുഗ്രഹമായി പരിഹരിക്കാൻ കഴിയുന്ന അതിലുപരിയായി നമ്മെ നിത്യജീവനിലേക്ക് നടത്തുവാൻ കഴിയുന്ന ആ ദൈവകാര്യത്തിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നിലനിർത്താൻ ശ്രേഷ്ഠമായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിശ്വസിക്കുവാനുള്ള ഈ ദൈവത്തെ ഒരിക്കൽ പോലും പരീക്ഷിക്കുവാനുള്ള ഇത്ര ശ്രേഷ്ഠനായ ദൈവത്തെ ഒരിക്കൽ പോലും തള്ളിക്കളയുവാൻ അവിടെ നിരയാക്കവേ ശ്രേഷ്ഠമായ ദൈവത്തെ ആരാധിക്കാൻ നാം ആരും യോഗ്യരല്ലായിരിക്കും. നമ്മെ അവിടെ യോഗ്യരാണ്. ഇന്ന് രാത്രികാലം ആ ദൈവത്തിന് ഉദാഹരണം നമ്മെ തന്നെ പകരം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നടത്തുവാൻ മതിയായിരിക്കും. നമ്മുടെ ഭാവിയെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ മുൻപോട്ടുള്ള യാത്രയെ അനുഗ്രഹിക്കുവാൻ മതിയായിരിക്കും. നമ്മെ നമ്മുടെ വീടുകളായിരിക്കുന്ന ആവശ്യങ്ങളെയും പൂർണ്ണമായ ശ്രേഷ്ഠകരമായ ആരാധന ഏത് പ്രശ്നങ്ങളെയും നടത്തി തരുന്ന ഏത് പ്രശ്നങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്ന ദൈവം എനിക്കാണ് ജീവിക്കുന്നുവല്ലോ. അങ്ങനെ കാര്യങ്ങളിലേക്ക് ഞാൻ തന്നെ എന്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കാം, അവരുടെ ഭാരങ്ങളെ വേദനകളെയും നമ്മുടെ സഭയ്ക്ക് വേണ്ടി